നമസ്കാരം. ഗവർണർ RSSകാരനാണ്, സംഘി എന്ന് ധൈര്യമായി വിളിക്കാം. ചെറുതു പോയപ്പോൾ വലുതു വന്നു എന്ന ഭീതിയിലാണ് ഇടതുപക്ഷം. കഴിഞ്ഞ കുറെ നാളായി കേരളം കണ്ടത് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള പോരാണ്. ഗവർണർ എന്തു പറഞ്ഞാലും അതിനെ എതിർത്ത് വിവാദമുണ്ടാക്കുക എന്നതായിരുന്നു സർക്കാർ നയം. അതുകൊണ്ട് തീർന്നില്ല, ഗവർണറുടെ പ്രവർത്തികൾക്ക് പിന്നാലെ നടന്ന് വിമർശിക്കുന്നതായിരുന്നു സർക്കാരിന്റെ രീതി. ഒടുവിൽ സർക്കാരിന്റെ പ്രതികാരം ഗവർണറുടെ യാത്രയയൽപ്പിൽ വരെ കണ്ടതാണ്. കേന്ദ്രത്തെയും ഗവർണറെയും അങ്ങേയറ്റം അപമാനിക്കുന്നതായിരുന്നു പിണറായി സർക്കാർ കാണിച്ചത്. ഗവർണർക്ക് യാത്ര അയപ്പ് നൽകാതെ തികച്ചും അദ്ദേഹത്തെ അവഗണിക്കുന്ന രീതിയായിരുന്നു. സർക്കാരിന്റെ പോരുകൊണ്ട് പൊറുതി മുട്ടിയതോടെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറാക്കി രാഷ്ട്രപതി ഉത്തരവിറക്കിയത്. തുടർന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കറെ പുതിയ ഗവർണറായി നിയമിച്ചു. BJP കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഇദ്ദേഹം മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ്. എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് പുതിയ ഗവർണറായി വരുന്ന ആർലക്കർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിയതുകൊണ്ടല്ല, ജനങ്ങൾ ആയുധമെടുത്തത് കൊണ്ടാണ് എന്നായിരുന്നു ആർലക്കറുടെ വിവാദമായ അവസാനത്തെ പ്രസ്താവന. ഡിസംബർ 22-ന് ഗോവയിൽ ഒരു പുസ്തക പ്രകാശ ചടങ്ങിലായിരുന്നു ഈ വിവാദ പ്രസ്താവന നടത്തിയത്. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. JNU വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യകുമാറിനോട് ബന്ധപ്പെട്ട സംഭവങ്ങൾക്കിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാനാവില്ല എന്ന പരാമർശവും ആർലക്കർ നടത്തിയിരുന്നു. ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാർ സർക്കാരുമായി ആർലക്കർ കൊമ്പ് കോർത്തിരുന്നു. പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഇല്ലാത്തത് കൊണ്ടായി എന്നായിരുന്നു ആർലക്കറെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. ഒരു വർഷത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം മുൻനിർത്തി തന്നെയാണ് ആർലക്കർ എത്തുന്നു എന്നാണ് K. സുരേന്ദ്രന്റെ പ്രതികരണം വിരൽ ചൂണ്ടുന്നത്. ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മോദി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ തുറന്ന ഏറ്റുമുട്ടലാണ് കലാശിച്ചത്. ഗോവ സ്വദേശിയായ ആർലക്കർ RSSലൂടെ വളർന്നു വന്ന നേതാവാണ്. വളരെ കാലം RSS പ്രചാരകരായി പ്രവർത്തിച്ചിരുന്ന ആർലക്കർ 1989-ലാണ് BJP അംഗത്വം എടുക്കുന്നത്. ഗോവ BJP ജനറൽ സെക്രട്ടറി, ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ പട്ടികജാതി പിന്നാക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. 2002-ൽ ഗോവ നിയമസഭാ അംഗമായി. 2014-ൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലക്കറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി. 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി നിയമിക്കപ്പെട്ടു.